മലയാളികൾക്ക് കുതിരാനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അത്രയും പ്രശസ്തമായൊരു സ്ഥലമാണ്. കുതിരാൻ ടണൽ വന്നതോടുകൂടി കുതിരാൻ കുറച്ചുകൂടി പ്രശസ്തമായി. പക്ഷേ ഈ 6 വരി പാതയും ടണലെല്ലാം വന്നപ്പോൾ പണ്ട് സഞ്ചരിച്ചിരുന്ന ആ റോഡിനെന്തുപറ്റി? റോഡ് മാത്രമല്ല, ആ വഴിയിൽ കുറേ ചായക്കടകളും അമ്പലവും പള്ളിയും എല്ലാമുണ്ട്. അതെല്ലാം തേടിയുള്ളൊരു യാത്രയാണ് ഇന്നത്തേത്. പാലക്കാടും തൃശ്ശൂരുമുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകൾ തേടി വരുന്നവർ ഈ ടണലും തേടിയെത്താൻ തുടങ്ങി. ഈ ടണൽ വന്നതോടുകൂടി ദൂരം കുറഞ്ഞു എന്നത് മാത്രമല്ല, മലമുകളിലുള്ള കാടിനെ ഉപദ്രവിക്കാതെയാണ് ഈ റോഡ് പണി തീർത്തിരിക്കുന്നത്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ടണലാണിത് എന്ന എൻ്റെ ഒരു അറിവ്. തൃശ്ശൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് വരുന്ന വഴിയിലാണ് ആ പഴയ റോഡിലേക്ക് തിരിയേണ്ടത്. ടണൽ കഴിഞ്ഞതും ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു സർവീസ് റോഡ് കാണാൻ കഴിയും. ആ വഴിയിലൂടെയാണ് അങ്ങോട്ട് പോകേണ്ടത്. ഒരു സമയം ഒരു കാറ് മാത്രം കടന്നു പോകാൻ കഴിയുന്ന ചെറിയൊരു ടാറൊന്നുമിടാത്ത ഒരു റോഡ്. ഏകദേശം ഒരു 1/2 കിലോമീറ്ററേ അതുപോലുള്ള റോഡുള്ളൂ. അത് കഴിഞ്ഞാൽ വീണ്ടും നല്ല റോഡാണ്. പുതിയ ഹൈവേയോട് വളരെ ചേർന്ന പഴയ റോഡ് സ്ഥിതി ചെയ്യുന്നത്. ഈ വഴിയിലെ പ്രശസ്തമായ മറ്റൊന്നായിരുന്നു കുതിരാൻ അയ്യപ്പ ക്ഷേത്രം. ഇന്ന് ആളുകളുടെയും വണ്ടികളുടെയും തിരക്കൊന്നുമില്ലാതെ നിൽക്കുകയാണ് ഈ അയ്യപ്പ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലേക്കായി മാത്രമാണ് ഇന്ന് ഈ പഴയ ഹൈവേ ആളുകൾ ഉപയോഗിക്കുന്നത്. വളരെ ചുരുക്കം ആളുകളാണ് ഇന്ന് ഈ ക്ഷേത്രം തേടി ഇവിടെ എത്തിപ്പെടുന്നത്. അമ്പലത്തിലേക്ക് കയറുന്നതിന് മുൻപായാണ് മറ്റൊരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. അമ്പലത്തിന് മുന്നിലായുള്ള ഈ കിരാതമൂർത്തി പ്രതിഷ്ഠ. ഒരുപാട് തവണ ഇതുവഴി യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഇതൊന്നും എൻ്റെ കണ്ണിൽ പെട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. യാത്രയുടെ വേഗത കുറയുമ്പോഴാണ് വളരെ ചെറിയ കാര്യങ്ങളും നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അമ്പലത്തിന് മുന്നിലുള്ള പ്രതിമകളും പ്രവേശന കവാടമെല്ലാം അതിഗംഭീരമാണ്. അമ്പലത്തിന് പുറത്ത് കുറേ പ്രതിഷ്ഠകൾ കാണാൻ കഴിയും. ഇതിലെടുത്തു പറയേണ്ടത് ഇവിടെയുള്ള മുരുകൻ്റെ പ്രതിമയാണ്. മുരുകൻ്റെ ഈ പ്രതിമ കണ്ടപ്പോൾ ആദ്യം മനസ്സിലേക്ക് കയറി വന്നത് മലേഷ്യയിൽ പ്രശസ്തമായ ആ മുരുകൻ്റെ പ്രതിമയാണ്. അത്ര ഉയരമില്ലെങ്കിലും ആ പ്രതിമയുടെ അതേ രീതിയിലാണ് ഈ പ്രതിമയും ഇവിടെ പണി തീർത്ത് വെച്ചിരിക്കുന്നത്. അമ്പലത്തിലേക്ക് കയറുന്നിടത്തും ഒരു അയ്യപ്പൻ്റെ വിഗ്രഹമുണ്ട്. അമ്പലത്തിനകത്ത് കയറാതെ ഇവിടെ പ്രാർത്ഥിച്ചു പോകുന്ന ചിലരെയും പണ്ടിതുവഴി യാത്ര ചെയ്തപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി അമ്പലത്തിനകത്ത് കയറി നോക്കാം. കയറി വരുന്ന പടികൾ എണ്ണിയപ്പോൾ ഇവിടെയും 18 പടികളാണ്. മണ്ഡലകാലത്തെല്ലാം പണ്ടി അമ്പലത്തിൽ നല്ല തിരക്കായിരുന്നു. ഇതുവഴി ശബരിമലയിലേക്ക് പോകുമ്പോൾ ഇവിടെ കയറി പ്രാർത്ഥിച്ച് പോകാറുണ്ട്. ഇതുവഴി പണ്ടത്തെ ആ വണ്ടികളുടെ തിരക്കില്ലാത്ത കാരണം വളരെ ശാന്തമായൊരു അന്തരീക്ഷമാണ്. അമ്പലത്തിനകത്ത് വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള അനുവാദമില്ല. പുറത്തുള്ള കുറച്ച് കാഴ്ചകൾ എന്തായാലും പകർത്തിയെടുക്കാം. എണ്ണാൻ പറ്റാത്ത അത്രയും തവണ ഓർമ്മ വെച്ച കാലം തൊട്ട് ഇതുവഴി യാത്ര ചെയ്തിട്ടുണ്ട്. ഇപ്പോഴാണ് ഈ കുതിരാൻ ക്ഷേത്രം വിശദമായൊന്ന് കാണാൻ കഴിഞ്ഞത്. ഇവിടുത്തെ ഐതിഹ്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. പറ്റാവുന്ന കാഴ്ചകളെല്ലാം ഒരു സാധാരണക്കാരനെ പോലെ ഇവിടെ നിന്ന് കാണാം. അതിൽ വീഡിയോയിൽ പകർത്തിയെടുക്കാൻ പറ്റുന്നതെല്ലാം ഷൂട്ട് ചെയ്ത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. കുതിരാൻ ടണൽ വന്നതോടുകൂടി ഇവിടെ വരുന്ന ആളുകളുടെ തിരക്കും വരുമാനവും കുറച്ചു കുറഞ്ഞു. പണ്ടിതുവഴി യാത്ര ചെയ്തിരുന്നവരെല്ലാം അമ്പലത്തിൽ കയറാൻ പറ്റിയില്ലെങ്കിലും വണ്ടിയുടെ അകത്തുനിന്ന് അമ്പലത്തിന് മുന്നിലേക്ക് പൈസ വലിച്ചെറിയുമായിരുന്നു. അതെല്ലാം ഈ അമ്പലത്തിൻ്റെ ഒരു വരുമാന മാർഗമായിരുന്നു. ക്ഷേത്രത്തിന് വളരെ അടുത്തായാണ് ഫോറസ്റ്റ് ഇൻഫോർമേഷൻ സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ഈ സ്ഥലത്തിന് ശരിക്കും ഒരു കാടിൻ്റെ അന്തരീക്ഷം തന്നെയാണ്. ഇൻഫോർമേഷൻ സെൻറ്റർ നിൽക്കാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണിത്. പണ്ടെല്ലാം ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല ഈ വഴിയിലൂടെ എതിരെ വണ്ടികളൊന്നും വരാതെ ഇതുപോലെ ഡ്രൈവ് ചെയ്യാൻ കഴിയുമെന്ന കാര്യം. ഇരുമ്പുപാലത്തിനടുത്തായി പ്രശസ്തമായ പഴയൊരു ഹോട്ടലാണ് ആ കാണുന്നത്. പല പ്രശസ്തരായ ആളുകളും ഈ ഹോട്ടലിലെ ആഹാരത്തിൻ്റെ രുചിയെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആ ഹോട്ടലും അടഞ്ഞു കിടക്കുകയാണ്. കുതിരാൻ്റെ ഭംഗി അടുത്തറിയണയിൽ ഈ പഴയ റോഡിലൂടെ ഒന്ന് യാത്ര ചെയ്യണം. പണ്ടിവിടെ കുറേ തട്ടുകടകളും ചായക്കടകളും ചെറിയ ചെറിയ ഹോട്ടലുകളെല്ലാം ഉണ്ടായിരുന്നു. ഇന്നതെല്ലാം അടഞ്ഞു കിടക്കുക. ഇതാണ് ട്രാഫിക് ബ്ലോക്കിന് പ്രശസ്തമായ കുതിരാനിലെ ഇരുമ്പുപാലം. മണിക്കൂറുകളോളം ഇതുവഴി പണ്ട് യാത്ര ചെയ്തിരുന്നവർ ബ്ലോക്കിൽപ്പെട്ട് കിടന്നിട്ടുണ്ട്. വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും വണ്ടികൾ ഇതുവഴി വന്നാലും വന്നില്ലേലും ഒരനക്കവുമില്ലാതെ ഇരുമ്പുപാലം ഇപ്പോഴും പഴയ പോലെ തന്നെ ഇവിടെയുണ്ട്. ഇരുമ്പുപാലത്തിനടുത്തായി പഴയൊരു പള്ളി കാണാൻ കഴിഞ്ഞു. ഈ പള്ളിയുടെ പുറകിലായാണ് പുതിയ ഹൈവേ കടന്നു പോകുന്നത്. ഈ പള്ളിയും പരിസരവും കണ്ടിട്ട് വർഷങ്ങളായി ഈ പള്ളിയുടെ അകത്തേക്ക് പോകുന്നില്ല എന്ന തോന്നുന്നത്. അകത്ത് കയറി നോക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും പള്ളിയുടെ ചുറ്റും കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് അകത്ത് കയറാൻ കഴിയില്ല. കുതിരാൻ്റെ കാഴ്ചകൾ തേടിയുള്ള ഈ യാത്ര അവസാനിപ്പിച്ച് തിരിച്ചു പോവാൻ സമയമായി. ഇനിയും ഒരുപാട് തവണ ഇതുവഴി യാത്ര ചെയ്യും. പക്ഷേ ആ യാത്ര ഈ ഹൈവേയിലൂടെ വന്ന് ടണലിലൂടെ കയറി മുന്നോട്ട് പോകുന്നതായിരിക്കും.
ആ പഴയ കുതിരാൻ ബോർഡ് പലരും മറന്നു തുടങ്ങി എന്നതാണ് സത്യം.